പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുന്തിരിങ്ങ ജ്യൂസാണ് കേട്ടോ. അപ്പം നമുക്ക് സമ്മറിലൊക്കെ മുന്തിരിങ്ങ ഒത്തിരി ഉണ്ടാകാറുണ്ട് ഇവിടെ. ഞങ്ങളുടെ വീട്ടിലില്ല, പക്ഷെ ഞങ്ങൾക്ക് ഒരു ടീം തന്നാണ്. അപ്പോൾ അത് ഞങ്ങൾ ഫ്രീസറിൽ കയറ്റി വെക്കും. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഫ്രീസറിൽ ചെറിയ ചെറിയ കവറിലാക്കി എടുത്ത് വെക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതെടുത്ത് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. അപ്പം അങ്ങനെ ഫ്രീസറിൽ കയറ്റി വെച്ച് ഒരു മുന്തിരിങ്ങ എടുത്ത് ആണ് ഇന്ന് ഞാൻ ജ്യൂസ് ഉണ്ടാക്കുന്നത്. നമുക്കപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ മുന്തിരിങ്ങ ഞാൻ ഫ്രീസറിൽ എടുത്ത് വെച്ചിരുന്നത്. അതൊരു ഏകദേശം 1 കപ്പോളം ഉണ്ട്. നമ്മളെടുത്ത മുന്തിരിങ്ങയെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ടുണ്ട്, അരച്ചെടുക്കാം. ഷുഗർ താല്പര്യമുള്ളവർക്ക് അല്പം ഷുഗർ ചേർക്കാം. അപ്പോൾ മുന്തിരി അരച്ചെടുത്തുട്ടോ. ഇനി ഇത് ഇങ്ങനെ അരിച്ച് കുടിക്കണമെങ്കിൽ അങ്ങനെ മുന്തിരി ജ്യൂസ് മാത്രമായിട്ട് കുടിക്കാം. ഞാൻ അതിനകത്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് അല്പം ലൂസാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം വെള്ളം ചേർത്ത് നിങ്ങൾക്ക് ലൂസാക്കാം. അപ്പോൾ ഇനി ഇതിനകത്താണ് നമ്മൾ മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് വന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് പ്രൊത്തേൻ്റെ പൊടി ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സി അടച്ചതിന് ശേഷം ഒന്നുകൂടി അടിച്ചെടുക്കാം. കണ്ടോ, അപ്പം ഞാൻ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരല്പം പിഞ്ച് ഉപ്പ് ചേർക്കാം. അതെന്തിനാന്ന് വെച്ചാൽ ആ മുന്തിരിങ്ങയുടെ മധുരവും പുളിയും എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. എൻ്റെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കുടിക്കണേ. നല്ല ചൂടുള്ളപ്പോൾ കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ.